പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബൈബിൾ പഠനം ഉൽപ്പത്തി 32-ാം അധ്യായമാണ് ഇന്നിപ്പോൾ എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുൻപ് 31 കഴിഞ്ഞു, 32 കടക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ചാനൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. മറ്റുള്ളവരെ ഇപ്പോൾ കാണാൻ പ്രേരിപ്പിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം, അത് ലൈക്ക് ചെയ്യാനും മറക്കരുത്, അവിടെല്ലാം പറയണം. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവരിലും എല്ലാം സുവിശേഷത്തിൻ്റെ പരിമളം എല്ലാവരിലും എത്തട്ടെ, എല്ലാവരിലും സുവിശേഷം എത്തണം. അവർ സത്യദൈവത്തെ അറിയണം, സങ്കല്പങ്ങളെയല്ല സത്യദൈവത്തെ എല്ലാവരും അറിയണം. അതിനു വേണ്ടിയാണിത്, അവരെ അറിയട്ടെ. അതുപോലെ മറ്റു മതക്കാരായാലും ആരായാലും നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും തന്നെ ദൈവം ഇത് അയച്ചു കൊടുക്കണം. ദൈവത്തെ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരം ആണിത്. അത് നിങ്ങൾ മറന്നു കളയല്ലേ പ്രിയപ്പെട്ടവരെ, അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ 32-ാം അധ്യായത്തിലോട്ട് കടക്കുകയാണ്. 31 കഴിഞ്ഞു. യാക്കോബ് യാത്രയിലാണ്. ലാബാൻ തിരിച്ചു പോയി അവരെല്ലാവരും, മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ചുംബിച്ച് അവർ വളരെ നല്ല ഒരു യാത്രയയപ്പ് നൽകി അവിടുന്ന് പിരിഞ്ഞു പോയി. ഇപ്പോൾ യാക്കോബ് യാത്ര തുടരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സൈന്യമാണ്. ആ സ്ഥലത്തിന് അവൻ മഹനായിം എന്ന് പേരിട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ, ആ ഒരു ഗണം അവിടുന്ന് യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. കാരണം അതെന്താണ്? ദൈവം നിന്നോടുകൂടെ ഉണ്ട്, നിൻ്റെ മാർഗത്തെ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് ഒരു അടയാളമായിരുന്നു. അതാണ് അവിടെ വെച്ച് ദൂതന്മാരെ ദൈവം അയച്ചു അവിടുന്ന് യാക്കോബിനെ കാണാൻ സാധിച്ചതും. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന യാക്കോബിന് അത് മനസ്സിലായി, ദൈവത്തിൻ്റെ ആ ദൂതന്മാരുടെ ഗണമാണ്. അപ്പോൾ ദൈവം അവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ സ്ഥലമാണ്, അതുകൊണ്ടല്ലേ അവർ വന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സൈന്യമാണ്. അങ്ങനെ യാക്കോബ് സെയീർ ദേശത്ത് പാർത്തിരുന്ന സഹോദരൻ ഏസാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചപ്പോൾ ഏതായാലും അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഏസാവിനെ കണ്ട് ഏസാവിനോട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടണം, പിണക്കം മാറ്റണം എന്നുള്ളതുകൊണ്ട്. എന്നാലും ഭയമുണ്ട് ഏസാവിന്. ഒരുപാട് വഞ്ചിച്ചൊക്കെയല്ലേ അനുഗ്രഹങ്ങൾ ഏസാവിന് കിട്ടേണ്ടുന്ന അനുഗ്രഹങ്ങളൊക്കെയാണ് യാക്കോബ് വാങ്ങിച്ചത്. യാക്കോബ് ഇളയവനാണ്, മൂത്തവനാണ് അനുഗ്രഹങ്ങൾ കുടുംബത്തിൻ്റെ ആയിട്ടുള്ള എല്ലാം കിട്ടേണ്ടുന്നത്. അതിന് പകരം അത് യാക്കോബ് വഞ്ചിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, അതിനൊരു ശങ്കയുണ്ട് നേരിട്ട് കാണുന്നതിന്. അപ്പോൾ അവിടുന്ന് ഓരോരുത്തരെ ഏസാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു. തൻ്റെ കാര്യസ്ഥന്മാർ അവയൊക്കെ ഉണ്ടല്ലോ, പരിചാരകരൊക്കെ. അവൻ അവരെ ചുമതലപ്പെടുത്തി, എൻ്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു, ഇതുവരെ ഞാൻ ലാബാൻ്റെ കൂടെ പാർക്കുകയായിരുന്നു. എനിക്ക് കാളകളും കഴുതകളും ആടുകളും വേലക്കാരികളുമുണ്ട്. അങ്ങേക്ക് എന്നോട് ദയ തോന്നണം, അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളയച്ച് പറയുന്നത്. അപ്പോൾ 32-ൽ ഇവിടെ 10-ാം വാക്യത്തിൽ ബി വാക്യം, അതിൽ 3 ചെറിയ വാക്യങ്ങളുണ്ട്. അതിൽ 2 കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ യോർദാൻ കടന്നത്.
ഇപ്പോഴിതാ ഞാൻ 2 ഗണമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് പറയുകയാണ്. കാരണം ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു വടി സഹായത്തിന് ഒരു വടിയുമായിട്ടാണ് യോർദാൻ നദി കടന്ന് അപ്പുറത്ത് പോയത്, അറമായ ദേശത്തേക്ക് പോയത്. അപ്പം അത് യാക്കോബ് ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കിതെല്ലാം ഉണ്ട്. ഏശാവ് അറിയാൻ വേണ്ടി ഏശാവിൻ്റെ അടുത്ത് ഇത് പറയണം, എല്ലാം ഉണ്ടായി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്, അതുകൊണ്ട് സന്തോഷം, എനിക്ക് ഇനിയും ഒന്നും വേണ്ട. കാരണം ഏശാവിന് ഇതെല്ലാം തട്ടിച്ചെടുക്കുകയായിരുന്നില്ലയോ ഉള്ളതൊക്കെ, അനുഗ്രഹങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനത്തെ കൗശല ബുദ്ധിയൊന്നും ഇനിയില്ല എന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് വേണ്ടി നേരത്തെ ദൂതന്മാരെ അവിടെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ സൈന്യത്തെ കണ്ടുമുട്ടി. അപ്പോൾ അതൊരു നല്ല അനുഗ്രഹമാണ്, നല്ല ഒരു സൂചനയാണ് കൊടുക്കുന്നത്. നീ പോകുന്നിടത്ത് ദൈവം കൂടെ ഉണ്ടാവും, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നേരെ ചൊവ്വയായിരിക്കണം, അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇത് മനസ്സിലാക്കണം. നമ്മളൊരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ, യാത്രയ്ക്ക് പോകുന്നത് മാത്രമൊന്നല്ല, എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതായാലും തന്നെയും നമ്മൾ ദൈവദൂതന്മാരെ നമ്മൾ അവിടെ വെച്ചൊക്കെ നമ്മൾ ആധുനിക സഭയെ നമ്മളും സന്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം. യാക്കോബിനെ യാക്കോബിനെ സന്ധിച്ചത് ദൈവം നിർദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നതിന് ആ സഹോദര സ്നേഹം അരക്കിട്ട് ഉറപ്പിക്കണം എന്നത് കാണിക്കാനാണ്. അതുകൊണ്ടാണ് യാക്കോബിന് അത് മനസ്സിലായി. ഏശാവിൻ്റെ ജ്യേഷ്ഠനായ സഹോദരൻ്റെ അടുത്തേക്ക് ദൂതന്മാരെയൊക്കെ അയച്ച് സന്ധി ചെയ്യുന്നത്, ആ സ്നേഹം സമ്പാദിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉടൻ പിറന്ന സഹോദരങ്ങളെന്നല്ല, മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മൾ കണ്ടുമുട്ടുന്നവർ, നമ്മൾക്കറിയാവുന്നവർ, എല്ലാവരുമായിട്ടുള്ള ആ സഹോദര്യ ബന്ധം നമ്മൾക്കുണ്ടാകണം. അപ്പോഴാണ് ദൈവം നമ്മുടെ മാർഗത്തെ ആശീർവദിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ സൈന്യത്തെ അവിടെ യാക്കോബിനെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതയാത്രയിൽ ഇതുകൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ ദൈവചിന്തയിലാണെങ്കിൽ നമ്മൾക്കത് ഗ്രഹിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രസൻസ്, സാമീപ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, അതനുസരിച്ചുള്ള വിശുദ്ധിയിലായിരിക്കണം. അത് ഇവിടെ ഏശാവിനെ യാക്കോബ് സന്ധിക്കാനായിട്ട് തീരുമാനിച്ചതുപോലെ ഇവിടെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ യജമാനായ ഏശാവിനോട് നിങ്ങളിങ്ങനെ പറയണം. സഹോദരൻ, നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പുതിയ നിയമ സഭയിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മൾക്ക്, സഭയിൽ നമ്മുടെ മക്കൾക്ക് ഈ ജ്യേഷ്ഠനെ വിളിക്കുന്നത് എൻ്റെ യജമാനൻ എന്നാണ്. അപ്പോൾ നമ്മുടെ യജമാനൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ബഹുമാന, ആദരവ്, സ്നേഹം ഉണ്ടായിരിക്കണം. തന്നെക്കാളും എത്രയോ വലിയവൻ, എന്നെക്കാളും വലിയവനാണ് പറയുന്നതാണ് ഞാൻ ചെവിക്കൊള്ളേണ്ടുന്നത്, പ്രവർത്തിക്കേണ്ടുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിനെ മതിക്കുന്നത്. അപ്പം ഈ ജീവിതയാത്രയിൽ നമ്മൾക്കിത് മറ്റുള്ളവരെ നമ്മളെക്കാളും വലിയവർ, വളരെ വലിയവർ എന്ന് കാണണം. അതാണ് യജമാനന്മാരായിട്ട് കാണണം എന്നിവിടെ പറയുകയാണ്. നമ്മൾ അത് 1 കൊറിന്തോസുകാർക്കെഴുതിയ ലേഖനം, 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ 6-ാം വാക്യം, 11-ാം വാക്യം, ഇതിലെല്ലാം വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇതെല്ലാം എന്തിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾക്കൊരു പാഠമാകുന്നതിന് വേണ്ടി, പിൽക്കാല ദൈവജനമായ നമുക്ക്, ദൈവജനത്തിന് അതൊരു പാഠമായിരിക്കേണ്ടുന്നതിനാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്. അത് ലിഖിതമാക്കിയിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്
നിങ്ങൾക്ക് അത് പാഠമാകേണ്ടുന്നതിനും നിങ്ങൾക്കതൊരു മാർഗദീപമാകുന്നതിനും വേണ്ടിയാണ്. അപ്പം ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഈ പഴയ നിയമത്തിലായാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളത് ചിന്തിക്കണം. നമ്മൾക്കതൊരു നമ്മളെ ഇന്നത്തെ തലമുറയ്ക്കും ഇന്നത്തെ ജനതകൾക്കും ഇത് ആവശ്യമാണ്. അത് തന്നെയാണ് ഇന്നും ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പം എന്നാലും യാക്കോബ് ഒരു പദം വന്ന് ഒരുപാട് അനുഭവിച്ച് പദം വന്നു. കാരണം ചെയ്ത തെറ്റുകൾക്കെല്ലാം സഹോദരനോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു പദം വന്നെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. പക്ഷേ കൗശലം അത്ര പെട്ടെന്ന് അങ്ങ് പോവുകയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അവർ പോയി, തൻ്റെ ദൂതന്മാർ പോയി അവരോട് ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ ഏസാവിൻ്റെ അടുക്കൽ ചെന്നു. അവൻ 400 ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട്. യാക്കോബ് വളരെ അധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി. അപ്പം ആ കൗശല ബുദ്ധിയിലുള്ള ആ ചിന്തയാണ് വരുന്നത്, അല്ല നേരെ ചൊവ്വയുള്ളതല്ല. ഏശാവ് ചിന്തിച്ചത് ഈ 400 പേർ തനിക്കുള്ളവരെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് സഹോദരനെ കണ്ട്, അനിയനെ കണ്ട് അവനോട് ആ സ്നേഹം പുതുക്കാമെന്നാണ്, അല്ലാതെ അവനെ ഉപദ്രവിക്കാനല്ല. പക്ഷേ യാക്കോബ് വിചാരിച്ച തൻ്റെ കൗശലം പോലെ അവനും കൗശലം പ്രയോഗിക്കുമായിരിക്കും ജ്യേഷ്ഠനും. 400 പേരും കൂടെ വരുന്നത് തൻ്റെ ഉള്ള സമ്പത്തുകളെല്ലാം നമ്മുടെ സ്ത്രീജനങ്ങളും പരിചാരകരെയും എല്ലാവരെയും കൈവശപ്പെടുത്താനാണ് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അവൻ 2 ഗണമായിട്ട് മാറ്റി എല്ലാ സമ്പത്തുകളും, ആടുമാട്, കാളകൾ, കഴുതകൾ എല്ലാം ഇങ്ങനെയുള്ള സമ്പത്തുകളെല്ലാം 2 ഗണമായിട്ട് തിരിച്ചു. അപ്പോൾ ഏശാവ് വന്ന് ഒരു ഗണത്തെ നശിപ്പിച്ചാലും കൊണ്ടുപോയാലും ബാക്കിയുള്ളതുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ കൗശല ബുദ്ധി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ നമ്മുടെ ജീവിതയാത്ര ദൈവത്തെ നോക്കിയുള്ള യാത്ര ആകത്തുള്ളൂ. അപ്പോൾ 7 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ആ കൗശല ബുദ്ധി കാണുന്നത്. 9-11 പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ഭയം വന്നപ്പോൾ. ആ ജീവിത ഭയം ഉണ്ടായപ്പോൾ ദൈവത്തോടെ, പിതാക്കന്മാരുടെ ദൈവം ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? യേശാവിൻ്റെ പ്രാർത്ഥന 9, അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പിതാക്കന്മാരായ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമേ, നിൻ്റെ നാട്ടിലേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുത്തേക്കും തിരികെ പോവുക എന്ന് ഞാൻ നിനക്ക് നന്മ ചെയ്യും എന്നും അരുളി ചെയ്ത കർത്താവേ, അങ്ങ് ഈ ദാസനോട് കാണിച്ച കാരുണ്യത്തിനും വിശ്വസ്തതയ്ക്കും ഞാൻ ഒട്ടും അർഹനല്ല. കാരണം ദൈവചിന്ത അപ്പോഴൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴേ ഭയം വന്ന് ജീവൻ പോകുമോ? 2 ഗണമായിട്ട് ഇതിനെല്ലാം തിരിച്ചിട്ട് ഒരു ഗണത്തെ കൈവശപ്പെടുത്തിയാൽ ബാക്കിയുള്ളതിനടുത്ത് വരുമ്പോഴത്തേക്ക് തനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ എന്നാണ് യാക്കോബ് ആത്മകഥം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കൗശല ബുദ്ധി ഇവിടെയും ആ സാമർഥ്യവും കാണിക്കുന്നത്. അപ്പോൾ ഭയം വന്നപ്പോൾ ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തിൻ്റെ സഹായം വേണം. അപ്പം നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ്. നമ്മുടെ ഭയപ്പാടുകൾ, നമ്മുടെ ഉത്കണ്ഠകൾ, ആകുലതകളെല്ലാം ദൈവത്തെ വിളിച്ച് സമർപ്പിക്കുക. ഇവിടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ എന്നാണ് ഇസ്രായേലിയർ വിളിക്കുന്നത്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും. അപ്പോൾ ഇവിടെ യാക്കോബാണ് വിളിക്കുന്നത്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവ്. അപ്പോൾ അന്ന് അവർ ദൈവത്തെ അങ്ങനെ അറിയാവൂ, അല്ലാതെ നമ്മൾക്കറിയാവുന്നതുപോലെ സർവത്തിൻ്റെയും സർവസ്വവും എല്ലാത്തിൻ്റെയും ആദിയും അന്തവുമായ ദൈവം എന്നുള്ളത് അവരുടെ കാര്യമല്ല അവർക്കറിയാവുന്നത്. ആ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ദൈവമായ കർത്താവിനെ ഞാനും പിന്തുടരുന്നു എന്നുള്ളത്
ആണ് അറിയാവുന്നത്. അതേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ യാക്കോബ് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ യാക്കോബിനെ അപ്പോൾ ദൈവം അവിടെ ധൈര്യപ്പെടുത്താനായിട്ട് ഇങ്ങനെ വ്യസനിച്ച് ക്ലേശിച്ച് ഭയന്ന് ഉത്കണ്ഠകളും ആകുലതകളും നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന മനസ്സുമായിട്ട് നടക്കുന്ന ചിന്തിക്കുന്ന ആ യാക്കോബിനെ ഒന്ന് ആ ഭയമെല്ലാം മാറ്റി കുറച്ച് തൻ്റെ ഇടവും സാമർഥ്യവും ദൈവചിന്തയും വരണം. അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്നു. അപ്പം കർത്താവിൻ്റെ പഴയ വാഗ്ദാനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിനക്ക് നന്മ ചെയ്ത് നിൻ്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെ എണ്ണാനാവാത്ത വിധം വർദ്ധിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് രാത്രി അവൻ അവിടെ തന്നെ താവളം അടിച്ചു. അപ്പോൾ ഏശാവിന് കൊടുക്കാനുള്ള ഒരു സമ്മാനം എല്ലാം ഒരുക്കി ആ രാത്രിയിൽ ചെയ്യാവുന്ന ഇങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്തു. അപ്പോൾ നല്ല ഒരു സമ്മാനങ്ങൾ തൻ്റെ സമ്പത്തുകളിൽ മൃഗസമ്പത്തുകളിലുള്ളതെല്ലാം ഒരുക്കി ഏശാവിന് കൊടുക്കാനുണ്ട്. ഓരോ കൂട്ടത്തെയും വേറെ വേറെ തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് യാക്കോബ് അവരോട് പറഞ്ഞു, എനിക്ക് മുൻപേ പോവുക, കൂട്ടങ്ങൾ തമ്മിൽ അല്പം അകലമുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാം നല്ല ബുദ്ധിയായിട്ട് ആലോചിച്ച് കൗശലപൂർവ്വം വിവേകപൂർവ്വം ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏശാവ് കണ്ടുമുട്ടി, എൻ്റെ സഹോദരൻ കണ്ടുമുട്ടി ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയണം, എന്താ ഇങ്ങനെ വരുന്ന വഴിക്ക് വളരെ ദൂരത്തിൽ കുറച്ച് അകലെ വിട്ട് കുറച്ച് ഏതാനും കാതം അകലത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ വരുന്നവരെല്ലാം പറയണം, എൻ്റെ സഹോദരൻ ഏശാവ് നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ ആളുകളാണ്, നിങ്ങൾ എവിടെ പോകുന്നു, ഇതൊക്കെ ആരുടേതാണെന്ന് ചോദിക്കും. നിങ്ങൾ മറുപടി പറയണം, ഇവ അങ്ങയുടെ ദാസനായ യാക്കോബിൻ്റേതാണ്, യജമാനായ ഏശാവിനുള്ള ഉപഹാരമാണിത്, അവൻ ഞങ്ങളുടെ പിന്നാലെ ഉണ്ട് യാക്കോബ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൗശലമാണ്. ഇതെല്ലാം കാണുമ്പോൾ ധാരാളമുണ്ട്. കാണുന്നവരെല്ലാം ഇങ്ങനെ വരുന്നതെല്ലാം യാക്കോബിൻ്റെ തൻ്റെ അനിയൻ്റെ പരിചാരകരാണ്, സമ്പത്തുകളെല്ലാം അവൻ്റെയാണ് എന്നൊക്കെ ഒരു ധാരണ അപ്പോൾ ഏശാവിന് ഉണ്ടാകണം, സന്തോഷമുണ്ടാകണം. അവൻ്റെ ഹൃദയത്തെ തന്നോട് കൂടുതൽ അടുപ്പിക്കണം. ഇതെല്ലാം അവിടത്തേക്കുള്ള സമ്മാനമാണെന്ന് പറയുമ്പോൾ അതെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങനെ ഒരു ഒക്കെ വ്യസനിച്ചും ക്ലേശിച്ചും ഒക്കെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് അവനെ തൻ്റെ ഇടപ്പെടുത്താൻ, കുറച്ചുകൂടെ ബലപ്പെടുത്താനായിട്ട് ദൈവം ഒരു വഴി ചെയ്യുന്നത്. അപ്പോൾ ആ രാത്രിയിൽ 22-ാം വാക്യത്തിൽ തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകരെയും 11 മക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് യോർദാനെ കടത്തി വിട്ടിട്ട് തൻ്റെ സമ്പാദ്യം മുഴുവൻ എല്ലാം അക്കരെ എത്തിച്ചു, എല്ലാവരെയും. പിന്നെ യാക്കോബ് മാത്രമുണ്ട് ഇനി, എല്ലാത്തിനെയും അക്കരെ എത്തിച്ചു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ, ഏതാണ്ട് പാതിരാത്രിയൊക്കെ കഴിഞ്ഞ് കാണും, ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കാണും. വെളുപ്പാൻ കാലമെന്ന് നമ്മൾ പറയുന്നവരുള്ള സമയമായിരിക്കണം. അപ്പോൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. അപ്പോൾ അവസാനം കീഴടക്കാൻ സാധിക്കത്തില്ല എന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. അപ്പോൾ ദൈവം ദൈവദൂതനുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. യാക്കോബിന് പിന്നീട് അത് മനസ്സിലായി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിൻ്റെ അരക്കെട്ടിൽ നിന്ന് തെറ്റി അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ ദൂതൻ പറഞ്ഞു. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് യാക്കോബ്. ഇനി മുതൽ ഇതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചു. ഇതുവരെ മനുഷ്യരോടൊക്കെ മല്ലിട്ട് ജയിച്ചു, എല്ലാ കാര്യങ്ങൾക്കും എല്ലാം നേടി, ദൈവസഹായമുള്ളത് കൊണ്ട്. പിന്നെ ഇപ്പം ദൈവദൂതനോടും ദൈവത്തോട് തന്നെ മല്ലിട്ട് ജയിച്ചു. കാരണം അത്രയും നേരം പുലരുന്നിടം വരെ അത്രയും മണിക്കൂറുകൾ മൽപ്പിടുത്തം നടത്തിയിട്ടും തോറ്റില്ല.
തളർന്നില്ല. അപ്പോൾ ദൈവദൂതൻ അനുഗ്രഹിച്ചു, ദൈവം തന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ അതിന് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവം യാക്കോബിനോട്? തൻ്റെ ഇടം വരുത്താൻ, മനസ്സ് അത് കുറച്ചുകൂടെ ധൈര്യപ്പെടുത്താനായിട്ട്. അപ്പോൾ എന്നിട്ട് ആ പേരും മാറ്റി കൊടുത്തു. പേരെന്താണ് മാറ്റിയത്? ഇസ്രായേൽ. അത് ദൈവവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നവൻ എന്നാണ്. യഥാർത്ഥം എല്ലാവരുമായിട്ട് ജനിച്ചപ്പോഴേ എല്ലാവരും മൽപ്പിടുത്തം നടത്തിയ വരുന്നത്. ജനം തന്നെ വരുന്നത് തന്നെ ജ്യേഷ്ഠൻ്റെ കുതികാലിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത് മൽപ്പിടുത്തം. അപ്പോൾ അതിൽ ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നവൻ എന്നാണ് ആ പേര്, അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളും ഈ ഭയമൊക്കെ വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവം ഇങ്ങനെയുള്ള ഉത്കണ്ഠകളും ആകുലതകളും ഒക്കെ വരുമ്പോൾ, പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ തളർന്നിരിക്കാതെ, മ്ലാനവദനരായി, ഭഗ്നാശരായി ഇരിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ ആ പ്രതിസന്ധികളോട് നമ്മൾ മൽപ്പിടുത്തം പിടിച്ച് നമ്മൾ അതിനെ ജയിക്കണം. ജയിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. അപ്പോൾ ഇവിടെ യാക്കോബിന് ആ ശക്തി പകർന്നു കൊടുക്കാനുള്ള ഒരു പ്രക്രിയയായിരുന്നു അത് ദൈവം ചെയ്ത ഈ കാര്യം. അപ്പോൾ അതുപോലെ ഈ മൽപ്പിടുത്തം ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലേ വരുന്നില്ലേ? ധാരാളം ഉണ്ട്, ദിവസവും ഉണ്ട്, മിക്കവാറും ദിവസവും കാണും. അപ്പോൾ അത് ദൈവത്തോട് ചേർന്നുകൊണ്ട് അതിനെ ബലമായിട്ട് നമ്മൾ അതിനെ കീഴടക്കണം. നമുക്ക് വരുന്ന പ്രതിബന്ധങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് നമ്മുടെ ഈ ജീവിതയാത്ര എങ്ങോട്ടാണ്? സ്വർഗ നാട്ടിലോട്ട് നോക്കിയാണ് നമ്മുടെ ജീവിതയാത്ര. അപ്പോൾ അവിടെ എത്തുന്നതിനുള്ള ഈ യാത്രയിൽ പ്രതിബന്ധങ്ങൾ ധാരാളമാണ്. പിശാച് ധാരാളമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നരകാധിപൻ്റെ ആജ്ഞാനുവർത്തികൾ എല്ലാം ശക്തികൾ ഒരുപാട് നമ്മൾക്ക് അങ്ങനെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുക. അതിനെല്ലാം കീഴടക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. അല്ലാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ സ്ഥലത്ത്, അതായത് തൻ്റെ യാക്കോബിന് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ സ്ഥാനത്ത് എത്തണമെങ്കിൽ ഈ ബലപ്രയോഗമൊക്കെ വേണം. ഇതൊക്കെ നടത്തി ജയിക്കണം, അല്ലെങ്കിൽ പറ്റത്തില്ല. മനസ്സ് തൻ്റെ ഇടമായിട്ടിരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ബലപ്പെടുത്തിയതുപോലെ നമ്മളെയും ബലപ്പെടുത്തും. നമ്മൾ പക്ഷേ ദൈവത്തിലോട്ട് കൊടുക്കുകയില്ല. നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് പോകും. ഇതെങ്ങനെ നേരിടും, എങ്ങനെയായിരിക്കും, മറ്റുള്ള ബുദ്ധികളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് തോൽവികൾ പറ്റുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ ഏൽപ്പിച്ചാൽ എങ്ങനെയാണ് തോൽവി വരുന്നത്? ദൈവം ചെയ്യും നമ്മുടെ കൂടെ, നമ്മൾ മാത്രമല്ല. ആ ഒരു ചിന്ത, ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ അതിന് നമ്മൾ പരാതിപ്പെട്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഒടുവിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ യാക്കോബിന് പറ്റി കൊടുത്തതുപോലെ 100 മടങ്ങായിട്ട് കിട്ടും. അല്ല, 1 മടങ്ങല്ല. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു, നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന്, നിങ്ങൾ ചെയ്യുന്ന ത്യാഗത്തിന്, സ്വർഗരാജ്യം പ്രാപിക്കുന്നതിന്, കൈവശപ്പെടുത്താൻ നിങ്ങൾ ഓരോന്നും ത്യജിക്കേണ്ടി വരുമ്പോൾ 100 മടങ്ങാണ് പ്രതിഫലം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ യാക്കോബിൻ്റെ പാഠത്തിൽ നിന്ന്, ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് യാക്കോബ് ഇത്രയും ഭയപ്പെടുന്നത്? താൻ ചെയ്ത അന്യായം കൊണ്ടാണ്. ആ അന്യായം കൊണ്ട് ഒരുപാട് ഭയക്കണം. പക്ഷേ ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ സഭയ്ക്കും, അതായത് ആധുനിക സഭ, ആധുനിക ഇസ്രായേൽ ജനം നമ്മളാണ്, ഈ വിശ്വാസികളാണ്. ആ വിശ്വാസി സമൂഹത്തിന് ദൈവം മത്തായി 28-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ സി ഭാഗം, അതായത് 3 ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ പറയുന്നുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ലോകാവസാനം വരെയും. അപ്പോൾ നമ്മുടെ ഏത് പ്രതിബന്ധത്തിലും ദൈവത്തെ നോക്കിയുള്ള ആ യാത്രയിലാകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം വാക്ക് മാറുന്നവനല്ല. ഇവിടെ യാക്കോബിനോട് പല പ്രാവശ്യവും പറഞ്ഞ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, അപ്പോൾ നീ ഭയക്കണ്ട എന്നാണ്. പക്ഷേ യാക്കോബിന് തൻ്റെ കൗശല ബുദ്ധി പ്രയോഗമായിരുന്നല്ലോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതലായിട്ട് ബലപ്പെടുത്താൻ പറ്റിയില്ല. എന്നാലും ഓർമ്മ വന്നപ്പോൾ ദൈവത്തെ വിളിച്ച് പിതാക്കന്മാരുടെ
ദൈവമേ എന്ന് വിളിച്ച്, കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾക്കും പ്രിയപ്പെട്ടവരെ അത് കഴിയണം, മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ ഈ പ്രശ്നത്തിൽ നമുക്ക് 4-5 കൂട്ടം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, അന്യായത്തിലൂടെ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹങ്ങളൊക്കെ തട്ടിയെടുത്തവനാണ് എങ്കിലും ഇവയൊക്കെ യാക്കോബിനെ ഭയപ്പെടുത്തിയിരുന്നെങ്കിലും ഈ ഭയം പ്രാർത്ഥനകളിൽ സമർപ്പിച്ചപ്പോഴാണ് ദൈവം അനുഗ്രഹിച്ച് പുതിയ മനുഷ്യനായി തിരഞ്ഞെടുത്തത്. നമ്മളും പുതിയ മനുഷ്യനായിട്ട് മാമോദീസയിൽ എത്തുമ്പോൾ നമ്മുടെയും പേര് മാറ്റിയെടുക്കും, ദൈവത്തിൻ്റെ ആയിട്ടുള്ളൊരു പേര്. അതുപോലാണ് ഇവിടെ യാക്കോബിനും ഇസ്രായേൽ എന്നുള്ള പേര്. ഈ ഇസ്രായേൽ എന്നുള്ള പേര് ഇസ്രായേൽ ജനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ അടിസ്ഥാനമല്ലേ അത്, അവരുടെ അഡ്രസ്സാണ്, ഐഡൻറ്റിറ്റിയാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പോൾ ഈ മൽപിടുത്തം പിടിച്ചാണ് അവരിന്നും കഴിയുന്നത്. എല്ലാവരോടും എല്ലാത്തിനും എല്ലാ സമയത്തും അവർക്ക് മൽപിടുത്തത്തിൽ നിന്ന് ഒഴിയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ അത് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും യേശുവിനോടും അവർ മൽപിടുത്തമാണ് പിടിച്ചത്, ദൈവപുത്രനോടും. അവരെ രക്ഷിക്കാനായിട്ട് വന്ന, അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി എടുക്കാൻ വേണ്ടി വന്ന കർത്താവിനോട്, യേശുവിനോടും അവർ മൽപിടുത്തമാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ആ ജീവിതകാലം മുഴുവൻ, ആ 3.5 വർഷവും. എന്നിട്ട് അവരിപ്പോഴും ആ മൽപിടുത്തം തുടരുകയാണ്. അങ്ങുമിഞ്ഞുമെല്ലാം ചെതറി പോകേണ്ടി വന്നു അവർക്ക്, അവർ ചെയ്ത ഈ തെറ്റുകൾക്ക്. ഇപ്പോഴും മൽപിടുത്തം പിടിച്ചല്ലേ ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ കർത്താവിനോട് കൂടെ ചേർന്നാൽ വിജയിക്കും. ഇനി അടുത്തത്, നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. യാക്കോബിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാനുള്ളതാണ്. ഇവിടെ യാക്കോബ് ഭയന്ന് നിലവിളിച്ചു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ എന്ന്. അപ്പം നമ്മളുടെ നിലവിളി കേൾക്കുന്നവനാണ് ദൈവം, കേട്ട് മനസ്സലിയുന്നവനാണ്. നമ്മുടെ കണ്ണീര്, ഒരു തുള്ളി കണ്ണുനീര് പോലും ആകുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ നമ്മുടെ കണ്ണീര് ഒരു തുള്ളി പോലും നഷ്ടമാകാതെ കർത്താവിന് മുൻപിൽ എത്തുന്നുണ്ട്. നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന് ഉത്തരം പറയും, കർത്താവ് അതിന് ഉത്തരം തരും. അതിൻ്റെ കാരണം അന്വേഷിക്കും. അത് നമ്മൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് പരിഹരിക്കപ്പെടും. അപ്പോൾ ഇനി അടുത്തത്, മൂന്നാമത്തെ, ഭയാശങ്കകൾ ദൈവവുമായിട്ട് പങ്കുവയ്ക്കണം. അല്ലെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടാൻ പോകരുത്. ഒറ്റയ്ക്ക് നേരിട്ടാൽ പറ്റുകയില്ല. ഇവിടെ യാക്കോബിന് പറ്റിയ പോലെ തുടയ്ക്ക് തട്ട് കിട്ടി മുടന്തി പോകും. ജീവിതകാലം മുഴുവൻ യാക്കോബ് പിന്നീട് ജീവിച്ചത് മുടന്തനായിട്ടാണ്, ഒരു വടിയില്ലാതെ പറ്റുകയില്ല. അപ്പോൾ എബ്രായരുടെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഒരു വടിയും ഊന്നി നിന്ന് ആണ് പിന്നെ അവൻ ദൈവത്തെ ആരാധിക്കുന്നത് യാക്കോബ് എന്ന് പറയുന്ന പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയാശങ്കകൾ, നമ്മുടെ ആകുലതകൾ ദൈവവുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവത്തെ ഏൽപ്പിക്കുക. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധിക്ക്, സ്വന്തം ശക്തിക്ക് ചെയ്യുമ്പോൾ അത് വിജയിക്കുകയില്ല, വിജയിക്കാൻ പ്രയാസമാണ്. ഇനി നാലാമത് പറയാനുള്ളത്, പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, മറ്റുള്ളതുപോലല്ല. അത് മനസ്സിലാക്കണം. അത് കേട്ട് ശരിയായിട്ടുള്ള അതിൻ്റെ പരിഹാരം ചെയ്യും. ഇനിയും വിവേകം വേണം, ദൈവാശ്രയത്തിൽ ഉറച്ചതാകണം ജീവിതം. യാക്കോബിന് അങ്ങനെ അങ്ങോട്ടുള്ള ജീവിതമില്ലാതെ യാക്കോബ് അതെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. ഞാനൊരു കേവലം ഒരു വടിയുമായിട്ടാണ് ഞാൻ 10ാമത്തെ വാക്യത്തിൽ, ഒരു വടിയുമായിട്ടാണ് ഞാൻ യോർദാൻ നടന്ന് ഈ നാട്ടിലെത്തിയത്. എന്നിട്ട് ഇപ്പോഴിതെല്ലാം ഉണ്ടായി, ഒന്നുമില്ലാതെ ഉടുതുണിയുമായിട്ട് മാത്രം. അപ്പോൾ ജീവിത ക്ലേശങ്ങളെ ഭയക്കരുത്. അത് നമുക്ക് വിവേകത്തോടെ നേരിടാനായിട്ട് ദൈവം സഹായിക്കണം. ദൈവം കൂടെ ഉണ്ടെന്ന് വാക്കുണ്ടല്ലോ. അപ്പോൾ പിന്നെ ദൈവത്തെയും കൂടെ ഏൽപ്പിക്കുക, ദൈവത്തെയും കൂടെ വിളിക്കുക. ദൈവം പകുതിയും മുക്കാലും ചെയ്യും. നമുക്കല്ല നേരെ പകുതി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാം തന്നെ ദൈവം ചെയ്യും. പക്ഷെ നമ്മുടെ മനസ്സും ഒക്കെ അതിനുണ്ടാകണം, നമ്മുടെ ശക്തി അതിലേക്കായിരിക്കാം നമ്മുടെ ശ്രദ്ധ. 6, ബലവാന്മാരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത് എന്ന് മത്തായി പറഞ്ഞത്, അത് നമുക്ക് പ്രാവർത്തികമാക്കണം. കാരണം ആത്മബലം നേടണം. നമ്മൾ ഭഗ്നാശരായിട്ടിരിക്കരുത്. അതിന് വേണ്ടുന്ന ഭക്താഭ്യാസങ്ങൾ വെറും അഭ്യാസമല്ല,
ഭക്തമാർഗങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. നിരന്തരമായി ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. പ്രാർത്ഥനയിലും സ്തുതിപ്പിലും നന്ദി അർപ്പിക്കുന്നതിലും. നന്ദി അർപ്പിക്കാത്ത ജീവിതം പ്രാർത്ഥനയല്ല, സ്വാർത്ഥതയാണ്. അതിന് ഒരു വിലയുമില്ല. വെറുതെ സമയം പാഴാക്കുന്നു. അധര വ്യായാമം ചെയ്തു. അതുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തോടെ ആ സഹായത്തിനായി ചെയ്യുക. കിട്ടിക്കഴിഞ്ഞിട്ടല്ല, അതിന് മുൻപേ കർത്താവ് എനിക്ക് നീ ഇത് ചെയ്ത് തരുന്നത് കൊണ്ട്, അവിടുന്ന് എനിക്കിത് ചെയ്ത് തരുന്നത് കൊണ്ട്, തന്നതുകൊണ്ട്, ഇത് കിട്ടിയില്ല, അതിനു മുമ്പാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ തന്നതുകൊണ്ട് അവിടുത്തെ സ്തുതിക്കും നന്ദി അർപ്പിക്കുന്നു. എൻ്റെ സമസ്തവും സമർപ്പിച്ച് എന്നെ മുഴുവനും എൻ്റെ ബലവും ശക്തിയും വിവേകവും ബുദ്ധിയും അറിവും എല്ലാം സമർപ്പിച്ച് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുന്നു എന്നുള്ളത് ആ ഒരു പ്രാർത്ഥനയായിരിക്കണം നമുക്കെപ്പോഴും. അങ്ങനെ ദൈവരാജ്യം നമുക്ക് സ്വന്തമാക്കാൻ അതാണ് വഴി, കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ള വഴി. അത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരെയും ഇതിൽ പങ്കാളികളാക്കുക. സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത് വലിയ ഒരു നേട്ടമാണ് ഉള്ളത്.